ഗൈസ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതെല്ലാം വിശേഷം. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഖത്തർ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് എടുക്കാൻ ഉണ്ടായിരുന്നു കഫീൽ. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമാണ്, നമുക്ക് നല്ല ഉപകാരമാണ്. കാരണം നമുക്ക് അതിൽ ക്യാഷ് ഇടുകയും ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആക്കുകയും ചെയ്യാൻ നാട്ടിലേക്ക്. നമുക്ക് കുറച്ച് എമൗണ്ട് കൂടുതലും കിട്ടും, എക്സ്ചേഞ്ചിനെ കാട്ടിയും കുറച്ച് കൂടുതലും കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും എനിക്കൊരു നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ച് ഫ്രണ്ട്സിനൊക്കെ വിചാരിച്ചപ്പോൾ എല്ലാം കൊണ്ട് നല്ലതാണ് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും പോയോട്ടെ, അവിടെ എന്താ പരിപാടി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പോയിട്ട് ബാക്കി വീഡിയോ ഒരു ബാലൻസ് പിന്നെ ഓക്കെ. ഇതാണ് തവർമോളെങ്കിൽ വല്ലാത്ത സംഭവം കേട്ടോ. ഖത്തറിലുള്ളവർക്ക് അറിയാം, പക്ഷെ നമുക്കറിയില്ല. ഞാൻ ആദ്യം സംഭവത്തിൽ പോയി വരുന്നേ. ഇതിൽ പോയോട്ടെ, അറിയാൻ പറ്റുള്ളൂ എന്താ സംഭവം. ബാക്കിലാണ് ബാങ്ക്. ഇത് തുറക്കണമെങ്കിൽ 9 മണിയാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എത്തിയതാണ്. നമുക്ക് ഈ ബാങ്ക് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ബാങ്ക് സിസ്റ്റം ഇവിടെയൊക്കെ നേരത്തെ തുറക്കുന്നുള്ള ദാണ്ടലിൽ പോകുന്നതാണ്, പക്ഷേ തുറന്നില്ല. നല്ല ഡിസൈൻ ഇട്ട് ഇവിടെ മേലൊക്കെ നല്ല ഡിസൈൻ. നമ്മളൊരു പെയിൻറ്റിങ് വർക്കറായ കാരണം നമുക്ക് തോന്നുന്നത് നല്ല രസമുള്ള ഡിസൈനാണ്. പിന്നെ നമ്മുടെ വോഡഫോണിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് അത് നടന്നില്ല കേട്ടോ. അത് നടന്നില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ഓൺലൈൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവം തുറന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്ക് എന്നെ കണ്ടപ്പോൾ ഡൗട്ടായിട്ട് ചോദിച്ചു, എന്താണ് അബ്ക ക്യാ കർണ ചാത്തെ ഹെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പുതിയ അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ്, അപ്പോൾ ഞാൻ ചോദിച്ച് ഫോം എല്ലാം കൊണ്ട് വെച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ ഫുള്ളും ഓൺലൈന് മുഖേനയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ സന അതായത് ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അവിടെ നടക്കുക വെച്ചാൽ എവിടെ ഇല്ല, ഇപ്പോൾ ഓൺലൈനാണ് നടക്കണതെന്ന് പറഞ്ഞു. അപ്പം ഇനി ഓൺലൈനൊന്ന് നമുക്കൊന്ന് പോയിട്ട് ട്രൈ ചെയ്തൊക്കെ. നമ്മൾ കുറച്ച് മെനക്കെടാണ്, പക്ഷെ എങ്കിൽ പോലും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ. അപ്പോൾ എന്തായാലും പോയോട്ടെ. അപ്പോൾ കാലത്ത് കുളിച്ചൊരുങ്ങി പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നത് നടന്നില്ല. എന്തായാലും നോക്കിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാ ഓക്കെ. ഒരു പാട്ടൊന്നും പാടിയേക്കില്ല. എന്നിപ്പോൾ ഇതിങ്ങനെ ഈ മറ്റെന്താ പറയുക, നമ്മൾ സംസാരിക്കുന്ന പോലെ ഇട്ടിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടല്ലോ പാട്ടൊക്കെ പാടണം. ഞാൻ കുറച്ച് മുന്നേ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലാപന മാസ്ക പാടിയൊരു പാട്ട്, പഴയ ഒരു പാട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മാപ്പിളാട്ട് ഇടാം അല്ലേ. പാടാൻ പോവാണ്. അപ്പോൾ വണ്ടി ഓടിക്കുകയും ചെയ്യണം, പാടും വേണം, നല്ല ക്യാമറ നോക്കും വേണം, ഒക്കെ കൂടി ഒരുമിച്ചാൽ കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പാട്ട് പാടാം, ഒരു മാപ്പിള പാട്ടാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ, ഏതാണ് രാജാത്തി, ഏതാണ് രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ, ഏതാണ് രാജാത്തി,
ഏതാണ് രാജാത്തി കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്നു കനമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കുത്തിവെച്ചുള്ളോ ആ മൽമ്പോഴ മാമ്പഴം വിറ്റതോ വിൽക്കുവാൻ